അക്രൈസ്തവ കുടുംബത്തിൽ നിന്നും യേശുവിനെ വ്യക്തിപരമായി അറിഞ്ഞ അനുഭവമാണ് കുമാരപുരം സ്വദേശിയായ ബിനുവിന് പറയുവാനുള്ളത്. ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം നല്ലതിന് എന്ന് വിശ്വസിക്കുന്ന ഒരു ക്രിസ്തു ഭക്തൻ. വസ്തു വാങ്ങുന്നതും വീട് വയ്ക്കുന്നതും വിദൂര സ്വപ്നം മാത്രമായിരുന്ന ബിനുവിൻ്റെ ജീവിതത്തിൽ പിന്നീട് ഇതെല്ലാം യാഥാർത്ഥ്യമായത് തികച്ചും ദൈവകൃപ മാത്രമെന്ന് ഇദ്ദേഹം പറയുന്നു. ഞാൻ കുമാരപുരം ദേശത്ത് 1978 ജനിച്ചു. ഒരു ഹിന്ദു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. എങ്കിലും ഒരു ഹിന്ദു കുടുംബത്തിൽ നിന്നും ക്രിസ്തുവിനെ അറിയുവാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നൊരു അനുഭവത്തിൽ കൂടിയാണ് എൻ്റെ ജീവിതം കടന്നുപോയത്. ദൈവത്തെ അറിയുവാനും ദൈവവചനം കേൾക്കുവാനും അതേക്കുറിച്ച് പഠിക്കുവാനും ദൈവം തന്ന കൃപയ്ക്ക് വലിയ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. വളരെയേറെ പ്രതികൂലങ്ങളുടെയും കഷ്ടതയുടെയും ഒക്കെ നടുവിൽ കൂടി ദൈവം നടത്തി, ഇത്രത്തോളം അതിശയകരമായ ദൈവം നടത്തിയ കൃപയോർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെപ്പോലെ അനേകരുണ്ട് ഹിന്ദു കുടുംബത്തിൽ നിന്നും രക്ഷയുടെ മാർഗത്തിലേക്ക് കടന്നു വരികയും അവർ വളരെയേറെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വിശ്വാസത്തിൽ വന്നതിന് ശേഷം അനുഭവിക്കുന്ന ദുഃഖങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും വളരെയേറെ പ്രയാസകരമായ ജീവിതമാണ്. മറ്റ് ഹിന്ദു കുടുംബത്തിൽ നിന്ന് വന്നവരായിരുന്നാലും മറ്റ് മതത്തിൽ നിന്ന് വന്നവരായിരുന്നാലും എങ്കിലും ദൈവത്തിൻ്റെ സ്നേഹം രുചിച്ചറിഞ്ഞ് മരണാന്ത്യത്തോളം ജീവനുള്ള ദൈവത്തെ വിശ്വസിക്കുവാനും ദൈവത്തെ തന്നെ അടിയുറച്ച് നിൽപ്പാനും ദൈവം ഞങ്ങൾക്ക് തന്ന കൃപയോർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിനെ അറിയുവാൻ തക്കവണ്ണം 22-ാമത്തെ വയസ്സിൽ പൂർണ്ണമായിട്ടും ദൈവഭാഗത്ത് കടന്നു വരുവാനിടയായി. സഹോദരങ്ങളും മറ്റു ചെറിയൊരു സഭയിൽ കൂടിയാണ് ഞാൻ കടന്നു വന്നത്. എങ്കിലും വളരെയേറെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളൊക്കെയും തരണം ചെയ്യുവാൻ ആ പ്രായത്തിൽ തന്നെ ദൈവം നടത്തിയ കൃപയോർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്തു തന്നെ ആപത്ത് വന്നാലും എന്തു തന്നെ അനർത്ഥം വന്നാലും ദൈവം കൈവിടാത്ത ദൈവമാണ്, നമ്മളെ ജീവനുള്ള ദൈവം. നമ്മുടെ ക്രിസ്തുവിൽ അനേകർ ഇനി കടന്നു വരുവാനുണ്ട്. അവർക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു. വളരെയേറെ പ്രയാസപ്പെട്ട് ഇരിക്കുന്നൊരവസ്ഥയിൽ തൊട്ടടുത്തുള്ളൊരു സഭയിലെ പ്രാർത്ഥനയ്ക്ക് ഞാൻ പോകുവാനായിട്ടിടയായി. സാമ്പത്തിക വളരെ ബുദ്ധിമുട്ടാണ്, എങ്കിലും അതിൽ കൂടി ക്രിസ്തുവിനെ അറിയുവാനിടയായി. എങ്കിലും പല ദിവസവും ഞാൻ ആരാധനയ്ക്ക് പോവും. എങ്കിലും എനിക്ക് സാക്ഷ്യം എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഓരോ ദിവസവും പോയി തിരിച്ച് വരുമ്പോഴും എനിക്ക് മനസ്സിന് വലിയ സന്തോഷമുണ്ട് ആരാധനയ്ക്ക് പോയതിൽ. അതിനു പുറമേ വലിയ ദുഃഖമുണ്ട് എനിക്ക് സാക്ഷ്യം പറയുവാൻ കഴിയാത്തതിൽ. കത്തുന്ന തീച്ചുള പോലെ ഒരു ദിവസം വരും, നിങ്ങളെല്ലാവരും സാക്ഷി പറയണമെന്ന് കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട്. എങ്കിൽ ആ വചനം കേൾക്കുമ്പോഴും എനിക്ക് സാക്ഷ്യം പറയാൻ കഴിയുന്നില്ലല്ലോ, എനിക്ക് അതിനുള്ള ധൈര്യമില്ലല്ലോ, എനിക്ക് ശക്തിയില്ലല്ലോ എന്നുള്ള ഒരു തീരുമാനം എൻ്റെ മനസ്സിലെപ്പോഴും എന്നെ അലയടിച്ചുകൊണ്ടിരുന്നു. ആരാധനയ്ക്ക് പോയി ഒരു 4-ാമത്തെ ആഴ്ചയൊക്കെ ആയപ്പോഴേക്കും ഞാൻ തീരുമാനിച്ചു ഇനി ഞാൻ സാക്ഷ്യം പറയും എന്ന് തീരുമാനിച്ചു. പക്ഷേ അന്നും സാക്ഷ്യം പറയാൻ കഴിഞ്ഞില്ല. 5-ാമത്തെ ആഴ്ച പോയപ്പോഴേക്കും പൂർണ്ണമായിട്ടും എനിക്ക് യെശയ്യാവ് 43:1 വചനം ദൈവം വെളിപ്പെടുത്തി തന്നു പറഞ്ഞു. ഇപ്പോഴോ യാക്കോബയെ നിന്നെ നിർമ്മിച്ചവനും സൃഷ്ടിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ എനിക്കുള്ളവൻ തന്നെ, നീ തീയിൽ കൂടി കടന്നാലും നീ വെന്തു പോകില്ല, ഒരു നദിയും നിൻ്റെ മേൽ കവിയുകയില്ല എന്ന വാഗ്ദത്തം ദൈവം എനിക്ക് അന്ന് തന്നു. എങ്കിലും ആ ദിവസം ഞാൻ എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറഞ്ഞു. ജാതികളായ ഞങ്ങളെ ഇത്രത്തോളം ദൈവം സ്നേഹിക്കുകയും ദൈവം കരുതുകയും ചെയ്യുന്ന കൃപയോർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എങ്കിലും അതുമുതൽ എൻ്റെ ജീവിതത്തിൽ വളരെയേറെ പ്രതികൂലങ്ങളും ശോധനകളൊക്കെയും കടന്നു വരുവാനിടയായി. സാക്ഷ്യം പറഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ബന്ധുക്കളും നാട്ടുകാരും എല്ലാവരും പറഞ്ഞു, ബിനു ക്രിസ്ത്യാനിയായി എന്ന് പറഞ്ഞു. അവൻ്റെ വിവാഹം എങ്ങനെയായിരിക്കും, ഏത് രീതിയിലായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് എല്ലാവരും ചർച്ചയായി. 20 വയസ്സായിട്ടും എനിക്ക് 25-ാമത്തെ വയസ്സിലാണ് വിവാഹം നടന്നത്. എങ്കിൽ ഈ ഇത്രയും കാലം ഞാൻ പൂർണ്ണമായിട്ടും തീഷ്ണതയോടുകൂടി തന്നെ ദൈവവേല ചെയ്യുവാനും ഏത് സഭയിൽ പോയാലും ആരാധിക്കുവാനും വളരെയേറെ വചനങ്ങൾ പഠിക്കുവാനും ദൈവം ചെയ്ത കൃപയോർത്ത് സ്തുതിക്കുന്നു. 25-ാമത്തെ വയസ്സ് ആയപ്പോഴേക്കും എൻ്റെ അമ്മയും എൻ്റെ വീട്ടുകാരും എൻ്റെ കുടുംബക്കാരും എല്ലാവരും തീരുമാനിച്ച് പറഞ്ഞു, ബിനു ക്രിസ്തു മതത്തിലാണ് പോകുന്നത്, ഇനി ഒരു ക്രിസ്തീയ പെൺകുട്ടിയെ വിവാഹം കഴിക്കും, അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ചേർന്ന് ബിനുവിനെ നമുക്ക് വിവാഹം കഴിപ്പിക്കണമെന്ന് തീരുമാനിച്ചു. ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു, അമ്മ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ത്രീയെ തന്നെ ഞാൻ വിവാഹം കഴിക്കും. ഞാൻ ക്രിസ്തു മതത്തിൽ പോയാലും എൻ്റെ ജീവനുള്ള ദൈവം ഉണ്ടെങ്കിൽ ആ സ്ത്രീയെ ഞാൻ എൻ്റെ ഭാഗത്ത് തന്നെ ഞാൻ കൊണ്ടുവരും.
എന്ന് പറഞ്ഞു. അങ്ങനെ തീരുമാനമെടുത്തു. ഒരു സ്ത്രീയെ ഞാൻ കാണുകയുള്ളൂ, അത് വെളുപ്പായാലും കറുപ്പായാലും വിരൂപയായാലും മൊണ്ടിയായാലും മുടന്തയായാലും ഏതായാലും എനിക്ക് പ്രശ്നമില്ല. എൻ്റെ അമ്മയുടെ ആഗ്രഹത്തിന് ഒത്തവണ്ണം ഞാൻ വിവാഹം കഴിക്കുമെന്ന് തീരുമാനിച്ചു. അങ്ങനെ വിവാഹം എല്ലാം നിശ്ചയിച്ചു. ഒരു സ്ത്രീയെ, ഒരു പെൺകുട്ടിയെ തന്നെ എനിക്ക് കാണുവാനിടയായി. ആ പെൺകുട്ടിയാണ് ഞാൻ വിവാഹം കഴിച്ചതും. ഇവിടെ നിന്ന് പോകുമ്പോഴെല്ലാവരും കാറിലാണ് എന്നെ കൊണ്ടുപോയത്. വളരെയേറെ പ്രയാസമുണ്ടായിരുന്നു. എങ്കിലും സ്തുതിയോടും സ്തോത്രത്തോടും കൂടി ഞാൻ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴും ഞാൻ തീരുമാനിച്ചു, ദൈവമേ, ഞാൻ വിശ്വാസത്തിൽ വന്നു. എൻ്റെ വിശ്വാസം ഞാൻ എൻ്റെ വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീയോടും അതുപോലെ തന്നെ അവരുടെ വീട്ടുകാരോടും പറയും. അതിൽ കൂടിയെങ്കിലും ആ വിവാഹം മുടങ്ങുമല്ലോ എന്ന് ഞാൻ തീരുമാനിച്ചു. പോയി വിവാഹ സ്ഥലത്ത് വീട്ടിൽ ചെന്നു, പെണ്ണ് കണ്ടു. അവളുടെ അപ്പനോട് ഞാൻ പറഞ്ഞു, ഇതുപോലെ ഞാനൊരു ക്രിസ്തുമത വിശ്വാസിയാണ്, ഹിന്ദു കുടുംബത്തിൽ നിന്നാണെങ്കിലും ക്രിസ്തുമത വിശ്വാസിയാണ്, മകള് എൻ്റെ കൂടെ അയക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അയച്ചാൽ മതി എന്ന് പറഞ്ഞു. ഉടനെ ആ അമ്മാവൻ എന്നോട് പറഞ്ഞത്, അത് അവരവരുടെ ഇഷ്ടമാണ്, നിങ്ങൾ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നു എങ്കിൽ അത് നിങ്ങളുടെ ആവശ്യമാണ് എന്ന് പറഞ്ഞെങ്കിലും വളരെയേറെ സന്തോഷത്തോടെ എനിക്ക് മടങ്ങുവാനിടയായി. ഭാര്യയോടും ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വിശ്വാസത്തിൽ വരുന്നൊരു പുരുഷനാണ്, എന്നെ ഒരു കാരണവശാലും ജീവിതത്തിൻ്റെ അവസാനം വരെയും എന്നെ എതിർക്കരുത്, ഞാൻ ക്രിസ്തുവിലായിരിക്കും വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞു. എങ്കിലും അവളത് സമ്മതിച്ചു. എങ്കിലും ഇന്ന് 22 വർഷമായി പൂർണ്ണമായിട്ടും വിശ്വാസത്തിൽ ഭാര്യ കടന്നു വന്നു. കല്യാണപ്പന്തലിൽ ചെല്ലാൻ, അതും ഞായറാഴ്ച ദിവസമാണ്. ഞായറാഴ്ച ദിവസം ഉച്ചയ്ക്ക് ആരാധന കഴിഞ്ഞ് 12 മണിക്ക് ശേഷമാണ് ആ വിവാഹം. 12-നും 1-നും ഇടയ്ക്ക് വെച്ചായിരുന്നു. എങ്കിലും എൻ്റെ കുടുംബത്തിൽ ഞാനില്ല. ഞാൻ ആ സമയത്ത് ദൈവസന്നിധിയിൽ നിന്ന്, ആലയത്തിൽ നിന്ന് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നു. 12 മണിക്ക് ശേഷം ആരാധന കഴിഞ്ഞ് ആണ് ഞാൻ വിവാഹത്തിനായിട്ട് പോയത്. ക്രിസ്തു മതത്തിലുള്ള എല്ലാ ആൾക്കാരും ആ വിവാഹത്തിൽ പങ്കെടുക്കുവാനായിട്ട് ഇടയായി. അത് കഴിഞ്ഞ് ദൈവം പൂർണ്ണമായിട്ടും ഞങ്ങളെ ഇതുവരെയും കുടുംബത്തോടെ നടത്തുവാൻ ഇടയാക്കി. എനിക്ക് 2 മക്കൾ ദൈവം ദാനമായി തന്നു. എങ്കിലും അതിനു പുറമെ ഒരു സാക്ഷ്യം ഞാൻ പറയാം. എനിക്ക് ദൈവം താമസിക്കുവാനായിട്ടൊരു ഇടം തന്നു. ആ സമയത്തേക്കും വളരെയേറെ പ്രതികൂലങ്ങളും പ്രതിസന്ധിയുടെ നടുവിൽ കൂടി എനിക്ക് ആ വസ്തു വാങ്ങുവാനും ദൈവം എനിക്ക് ആ സ്ഥലം തരികയും ചെയ്തു. ഈ എളിയൊരു സഭയ്ക്ക് വേണ്ടിയിട്ട് 2010 ആ ന്യൂ ഇയർ സമയത്തേക്കും ഇവർക്ക് വേണ്ടി ആഹാരങ്ങളൊക്കെയും പാചകം ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാവിലെ ഒരു 11 മണിയായപ്പോഴേക്കും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു വെള്ളപ്പൊക്കം എൻ്റെ വഴി കൂടി ഇങ്ങനെ കടന്നു വരുവാനിടയായി. എങ്കിലും ഞങ്ങൾ വിചാരിച്ചു ഈ വെള്ളം ഉടനെ തന്നെ അങ്ങ് പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ എങ്കിലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ തലയ്ക്ക് മേതെ കവിയേണ്ട വെള്ളം വരുവാനിടയായി. എങ്കിലും എൻ്റെ മക്കളും ഭാര്യയും വളരെയേറെ പ്രയാസത്തിലായിരുന്നു. അവരെ വീട്ടിൽ നിന്നും ആലയത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഒരു നിവൃത്തിയില്ല. എങ്കിലും നമ്മുടെ ചുറ്റുമതിലിൻ്റെ മുകളിൽ കൂടിയാണ് ചില സഹോദരന്മാർ വന്ന് എൻ്റെ മക്കളെയും ഭാര്യയും അങ്ങ് ആലയത്തിലേക്ക് കൊണ്ടുപോയത്. അന്ന് ഞാനൊരു തീരുമാനമെടുത്ത്, കർത്താവെ, ദൈവം ഇത്രത്തോളം ശോധന ചെയ്യുന്നു. 2012 ജനുവരി മാസം ആണ് ഈ വെള്ളപ്പൊക്കം. ഞങ്ങൾക്ക് വളരെയേറെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഉണ്ട്. പുതിയൊരു വീട് വയ്ക്കാനായി വെച്ചിരുന്ന തടികളെല്ലാം വെള്ളത്തിൽ കൂടി ഒഴുകിപ്പോയി. ഞങ്ങൾക്ക് ഇട്ടുന്ന വസ്ത്രങ്ങളെല്ലാം പോയി. ഞങ്ങളുടെ വാഹനം പോയി. സർവ്വതും നശിച്ചു. ഇനി 2010 ദൈവം ഇത്രത്തോളം ഞങ്ങളെ ശോധന ചെയ്യുന്നു. എങ്കിലും എൻ്റെ ജീവനുള്ള ക്രിസ്തുവിന് വേണ്ടി ഞാൻ ഇന്ന് രാത്രി ആരാധനയ്ക്ക് പോകുമെന്ന് തീരുമാനം എടുക്കുകയും ഞാൻ ആരാധനയ്ക്ക് പോയി. ആ ദിവസം തന്നെ രാത്രി 8 മണിക്ക് ഈ വീട്ടിലെ വെള്ളം കംപ്ലീറ്റ് വറ്റി. അത് വീടെല്ലാം തേച്ച് കഴുകിയിട്ടിട്ട് ഞാൻ ആരാധനയ്ക്ക് പോകുവാനിടയായി. എങ്കിലും വളരെയേറെ സന്തോഷമുണ്ടായെങ്കിലും ആരാധന മുടക്കാൻ പറ്റിയില്ലല്ലോ. ജീവനുള്ള ദൈവത്തെ വിശ്വസിച്ച് തിരിച്ചിറങ്ങിയതിന് ശേഷം ഒരു ദിവസം പോലും ദൈവം ഇതുവരെയും സൗഖ്യത്തോടെ നടത്തി. ഒരു അസുഖവും വരാതെ വണ്ണം ദൈവം കാത്തു പരിപാലിച്ചു. എങ്കിലും ആരാധന മുടക്കാതെ വണ്ണം നമ്മുടെ മറ്റ് ജാതികളിൽ കൂടിയുള്ളവർക്കൊരു മാതൃകയായി ജീവിപ്പാനും ദൈവം ഒരിക്കൽ കൃപയോത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ ആ ആരാധന കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനോട് ഞാൻ പറഞ്ഞു, ബ്രദറെ, എനിക്ക് ഈ ഒരു മുറിയേ ഉള്ളൂ, എൻ്റെ വീട്ടിൽ ഒറ്റ മുറിയേ ഉള്ളൂ. ഈ ഒറ്റ മുറി എനിക്ക് മുകളിലോട്ടൊന്ന് വാർത്ത് തന്ന എൻ്റെ മക്കൾ ഇതുപോലെ വെള്ളം കയറുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ കയറി ഇരിക്കുമല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ ആ സഹോദരൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് ഒരു
3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വീട്ടിൽ വന്നിട്ട് ചോദിച്ചു, ബ്രദറെ നിങ്ങൾ ഈ വീട്ടിലാണോ താമസിക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, ഈ ഒറ്റ മുറിയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെ ശരിയാ, ഒരു ഒറ്റ മുറിയേ ഉള്ളൂ, നിങ്ങൾക്ക് ഒരു സഹായം ഞാൻ ചെയ്യാം. ഈ ചുറ്റും വേണ്ടുന്നൊരു ബെഡ്റൂം, ഒരു ഹാള്, ഒരു കിച്ചൺ എല്ലാം കൂടെ ചേർത്ത് നമുക്കിവിടെ ഒരു വീട് പണിയാമെന്ന് പറഞ്ഞു. എങ്കിലും ഞാൻ വിചാരിച്ചില്ല അതെങ്ങനെ പണിയും, ഏത് രീതിയിൽ പണിയും, ഇതിന് പൈസ ആര് കൊടുക്കും, എന്ത് ചെയ്യും എന്നുള്ള ഒരു തീരുമാനം എൻ്റെ കയ്യിലില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും മെഡിക്കൽ കോളേജിലുള്ള വേറൊരു സഹോദരൻ എൻ്റെ വീട്ടിലെ ഒരു ആവശ്യത്തിന് വന്നപ്പം എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ ഒറ്റ മുറിയിലാണോ 4 പേരായിട്ട് കഴിയുന്നത്? ഞാൻ പറഞ്ഞു അതെ, ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കോൺട്രാക്ടറും എന്നെ സഹായിച്ചു, പണം കൊടുക്കാൻ വേറൊരു വ്യക്തി എന്നെ സഹായിച്ചു. എങ്കിലും ഏലിയാവെ പോറ്റിയ ദൈവം കാക്കയിൽ കൂടി പോറ്റിയതുപോലെ ദൈവം അടിയനെയും പോറ്റുവാനായിട്ട് ദൈവം ഇടയാക്കി. 6 മാസം കഴിഞ്ഞപ്പോഴേക്കും ദൈവം അത്ഭുതം അവിടെ പ്രവർത്തിക്കുവാനായിട്ടിടയായി. ആദ്യത്തെ ഒരാഴ്ച തന്നെ വീടിൻ്റെ പണി തുടങ്ങി, 10,000 രൂപയായി. അപ്പോൾ ഈ സഹോദരൻ എന്നോട് ചോദിച്ചു, ബ്രദറെ ഞാൻ നിങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസ തരാമെന്ന് പറഞ്ഞു. പക്ഷേ പണി നടക്കുന്നത് അറിയുന്നില്ല, തരുന്ന ആൾ അറിയണില്ല പണി നടക്കുന്നതായിട്ട്. ആ സഹോദരൻ 10,000 രൂപ തന്ന് ആദ്യത്തെ ഒരാഴ്ച പണി കഴിഞ്ഞു. ഓരോ ആഴ്ചയിലും 10,000, 15,000, 25,000, 30,000 ഇങ്ങനെ പല എമൗണ്ടുകളായിട്ട് പണി ചെയ്യുവാനായിട്ടിടയായി. കൃത്യസമയമാകുമ്പോഴേക്കും, ശനിയാഴ്ച ആകുമ്പോഴേക്കും ആ സഹോദരൻ വിളിച്ചു ചോദിക്കും, ബ്രദറെ ഇന്ന് എത്ര രൂപയായി പണിക്ക്? ഞാൻ പറയുന്നു 30,000 രൂപയായി. ആ കടയെ വന്ന് വാങ്ങിച്ചോളാൻ പറയും. അങ്ങനെ എല്ലാം കൂടെ ചേർത്തൊരു 7 ലക്ഷത്തോളം രൂപ ആ സഹോദരൻ എന്നെ തന്നു സഹായിച്ചു. ദൈവം, ഞാൻ വളരെയേറെ പ്രയാസപ്പെട്ടു. ദൈവമേ, ഞങ്ങൾക്ക് ഇതിനൊന്നും യോഗ്യതയില്ല. ദൈവം വസ്തു തന്നു, ഒരു ഭവനം തന്നു, ഒരു ഭാര്യയെ തന്നു. ഞങ്ങൾക്ക് ഇതിനൊന്നിനും യോഗ്യതയില്ലാത്തവരാണ്. എങ്കിലും ദൈവം ഇത്രത്തോളം ഞങ്ങളെ നടത്തിയില്ലേ? നടത്തിയ കൃപയ്ക്ക് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ വീടിൻ്റെ പണികളെല്ലാം പൂർത്തിയായി. സമാധാനം നഷ്ടപ്പെട്ട ദിനരാത്രങ്ങൾ. പ്രതികൂല സാഹചര്യങ്ങളിൽ മനസ്സിനെ ശാന്തമാക്കി ദൈവത്തിൽ ആശ്രയിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നും ദൈവം ഉയർത്തിയ നിരവധി അനുഭവങ്ങൾ. 2012 ഡിസംബർ 31 വെള്ളപ്പൊക്കം. 2013 ഡിസംബർ 31 കഴിഞ്ഞ് ജനുവരി 1-ാം തീയതി ഏത് ദിവസം വെള്ളം കയറിയോ ആ ദിവസം എൻ്റെ വീട് പാലുകാച്ചാണ്. എൻ്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും മുടക്കാതെയോ എന്നെ സഹായിക്കാൻ വന്ന 2 പേരും എനിക്ക് ഒരു പരിചയവും ഇല്ലാത്തതോ ഞങ്ങളുടെ ബന്ധുക്കളോ ആരുമല്ല. വളരെയേറെ സന്തോഷവും സമാധാനത്തോടും കൂടി അത് വീട് നല്ല ഭംഗിയായിട്ട് പാല് കാച്ച് കഴിഞ്ഞു. വീട് വെച്ച് പാല് കാച്ച് കഴിഞ്ഞ് 27-ാമത്തെ ദിവസം എനിക്ക് വക്കീൽ നോട്ടീസ് വരികയാണ്. എൻ്റെ വീട് ഇടിച്ചു കൊടുക്കണമെന്നും പറഞ്ഞാണ് വക്കീൽ നോട്ടീസ് വന്നത്. ആ ദിവസം മുതൽ വളരെയേറെ ഞങ്ങൾക്ക് ഉറങ്ങുവാൻ കഴിയാതെ വണ്ണം പ്രയാസമായിരുന്നു. എങ്കിലും ദൈവം ഇത്രത്തോളം മനോഹരമായൊരു ഭവനം തന്നു. എങ്കിലും ഈ ഭവനം ഇടിച്ചു കൊടുക്കുവാൻ വക്കീൽ നോട്ടീസ് അയച്ചല്ലോ എന്ന് വിചാരിച്ചിട്ട് വളരെയേറെ പ്രയാസം തോന്നി. ഈ കോടതിയോ കേസോ വേറൊന്നും ഞാൻ പോയിട്ടില്ല, എനിക്കതിനൊന്നും അറിഞ്ഞുകൂടാ. എങ്കിലും ഇതെന്ത് സംഭവിക്കുന്നു, എന്ത് ചെയ്യണം എന്നറിഞ്ഞുകൂടാത്തൊരവസ്ഥയിലായിരുന്നു. എങ്കിലും ദൈവം അതിൽ നിന്നൊക്കെയും എന്നെ ബലപ്പെടുത്തി ശക്തിപ്പെടുത്തി. ഞാൻ വസ്തു വാങ്ങി 6 മാസം കഴിഞ്ഞ് ആണ് തിരിച്ചവിടെ പോകുന്നത്. ആ സമയത്ത് ഞാൻ കോമ്പൗണ്ട് വാൾ കെട്ടി 1 ലക്ഷം രൂപ ലോണെടുത്ത്, ബാങ്കിൽ നിന്ന് ലോണെടുത്ത് ആ അതിര് കെട്ടി. ആ അതിരിൻ്റെ പുറത്ത് വെച്ച് അവരങ്ങ് വീട് വെച്ച് കഴിഞ്ഞു. ഞാൻ ചെന്നപ്പോഴേക്കും വീട് വെച്ച് എല്ലാ പണികളും പൂർത്തിയാക്കി കഴിഞ്ഞു. എങ്കിലും ഞാൻ വിചാരിച്ചു, ദൈവം എനിക്ക് 2 സെൻറ്റ് സ്ഥലത്ത് കിടന്ന് എനിക്ക് ദൈവം ഇത്രയും സ്ഥലം തന്നു, 6.5 സെൻറ്റ് സ്ഥലം തന്നു. സാരമില്ല, ഒരു ഭാഗത്ത് അവർ വീട് വെച്ചിരുന്നാലും പ്രശ്നമില്ല എന്ന് വിചാരിച്ച് ഞാനങ്ങ് ക്ഷമിച്ചു. പക്ഷേ എങ്കിലും അവർ 12 വർഷം കഴിഞ്ഞപ്പോഴേക്കും അവർ പിന്നെയും കേസ് കോടതിയിലേക്ക് വിടുവാനായിട്ടിടയായി. ആദ്യം ഓംബുഡ്സ്മാന് കൊടുത്തു കേസ്, 2ാമത് കോർപ്പറേഷന് കൊടുത്തു, 3ാമത് കോടതി വിട്ടു. ഈ പാലുകാച്ച് കഴിഞ്ഞ് 25-ാമത്തെ ദിവസം മുതൽ ഞങ്ങൾ മാനസികമായിട്ടും വളരെയേറെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയെങ്കിലും ദൈവത്തിൽ വിശ്വസിച്ച് ഞങ്ങൾക്ക് പ്രതികാരം ഞങ്ങൾക്കുള്ളതല്ല യഹോവയ്ക്കുള്ളതാണെന്നുള്ള വചനം മുറുകെ പിടിച്ച് വളരെയേറെ ശാന്തതയോട് ദൈവം ഇത്രയും നടത്തി. അത് കഴിഞ്ഞപ്പോഴേക്കും കേസ്
12 വർഷം കേസ് പറഞ്ഞു. കേസ് ഒരുപാട് പൈസ അതിന് പോയി. എങ്കിലും അവസാന നിമിഷം വിധി എനിക്കാകുമെന്ന് അറിഞ്ഞപ്പോഴേക്കും അവരെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നമ്മൾ കെട്ടിയ വീട് ഇടിച്ച് പൊളിച്ച് മാറ്റിത്തരാം, നിങ്ങൾ അവിടെ വെച്ച് മതിൽ കെട്ടിക്കൊള്ളാൻ പറഞ്ഞു. എങ്കിലും സ്വർഗത്തിലെ ദൈവം അതും അന്ന് അത്ഭുതം പ്രവർത്തിച്ചു. ദൈവം ഇത്രത്തോളം ദൈവം നടത്തിയ കൃപയോർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിൽ വളരെയേറെ പ്രതികൂലങ്ങളും പ്രതിസന്ധിയുടെ നടുവിൽ ജീവിക്കാൻ നിവർത്തിയില്ലാതിരുന്ന അവസരത്തിൽ 30 ദിവസം ഒരു സഹോദരിയുടെ കൂടെ പ്രാർത്ഥനയ്ക്ക് സഹോദരിയും ഒരു കുടുംബത്തോടുകൂടി ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് നടന്നു. എങ്കിലും അന്ന് ജീവിക്കാൻ ഒരു വഴിയും ഇല്ലാത്തൊരവസ്ഥ. ആ സമയത്തേക്കും എനിക്ക് കുമാരപുരം ദേശത്ത് ദൈവം കാണിച്ചു തന്നൊരു തൊഴിലാണ്. ഇന്നും കുമാരപുരം ദേശത്ത് ഞാൻ റോഡ് സൈഡിൽ ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കുകയാണ്. 31-ാമത്തെ ദിവസം പ്രാർത്ഥന കഴിഞ്ഞപ്പോഴേക്കും ആ സ്ഥലത്ത് വേറൊരു വ്യക്തിയാണ് കച്ചവടം ചെയ്തുകൊണ്ടിരുന്നത്. അവർ അവിടെ നിന്നിങ്ങനെ മാറാനായിട്ട് പോവുകയായിരുന്നു. ഞാൻ ചെന്ന് ചോദിച്ചു, ഞാൻ നടത്തിക്കോട്ടെ എന്ന് ചോദിച്ചു. പുള്ളി ഉടനെ പറഞ്ഞു നടത്തിക്കോ എന്ന് പറഞ്ഞു. എങ്കിലും എനിക്ക് പെട്ടെന്നൊരു 15 മിനിറ്റ് കൊണ്ട് എനിക്കവിടെ ബിസിനസ് തുടങ്ങുവാനായിട്ട് ദൈവം ഒരുക്കി. ഒരുപാട് ലക്ഷങ്ങളും സാമ്പത്തികവും ഒക്കെ ഉള്ളവർ ബിസിനസ് നടത്തിയാലും അത് വിജയിക്കണമെന്നില്ല. എങ്കിലും ആദ്യമായി ഞാൻ ഒരു വാഹനം വാങ്ങിക്കുവാനായിട്ടിടയായി. 6 മാസം കഴിഞ്ഞപ്പോഴേക്കും ഒരു ലോൺ എടുത്തൊരു വാഹനം വാങ്ങിക്കുവാനായിട്ടിടയായി. ആ വാഹനം എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ മുറ്റത്താണ് ഇട്ടിരുന്നത്. നമ്മുടെ വീട്ടിൽ ഇടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഒരു ദിവസം രാത്രി ആയപ്പോഴേക്കും എന്നെ ഒരാൾ തട്ടി വിളിച്ചിട്ട് പറയണേ, നിങ്ങളെ വണ്ടി ഇതാ കത്തി കരിഞ്ഞു കിടക്കണമെന്ന് പറഞ്ഞു. വളരെയേറെ പ്രയാസം ജീവിതത്തിൽ അത് എങ്ങനെ അനുഭവിച്ചു എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷേ എങ്കിലും ദൈവം അതിൽ കൂടിയൊക്കെ ബലം നൽകി. ആ സഹോദരന്മാരെല്ലാവരും ചേർന്ന് കത്തിച്ചു എന്ന് പറഞ്ഞൊരു വ്യക്തി 2 പിള്ളേരെ കൂടെ 2 പയ്യന്മാർ ആണെന്ന് വിചാരിച്ച് അവരെ പിടിച്ച്, എങ്കിലും അവരെ ഒരുപാട് ഉപദ്രവിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുവാനായിട്ട് ഇടയായി. ഞാൻ ചെന്നു എന്നോട് SI ചോദിച്ചു, നിങ്ങൾക്ക് പരാതി ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കൊരു പരാതിയില്ല, ഞാൻ കണ്ടില്ല, ആരാണ് ചെയ്തതെന്ന് പരാതിയില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ സ്റ്റേഷനിൽ നിന്ന് വെളിയിറങ്ങുമ്പോഴും എന്നെ എതിർ കക്ഷികൾ ചേർന്ന് എന്നെ അടിച്ച് എന്നെ ഉപദ്രവിച്ചു. നീ എന്തിന് കേസ് പിൻവലിച്ചു എന്ന് ചോദിച്ച് എന്നെ ഉപദ്രവിക്കാനിടയായി. എങ്കിലും അന്നൊക്കെയും ക്രിസ്തുവിൻ്റെ വചനം ഉള്ളിൽ ഉള്ളതുകൊണ്ട് ഞങ്ങൾ തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ക്ഷമിക്കുവാനിടയായി. എൻ്റെ വസ്തുവിൻ്റെ അതിര് തർക്കവും അതുപോലെ തന്നെയാണ്, അതും ഞാൻ ക്ഷമിച്ചു. എങ്കിലും ദൈവം ഇത്രത്തോളം ദൈവം നടത്തിയ കൃപയോർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എനിക്ക് ജീവിതത്തിൽ ഒരുപാട് സാക്ഷികൾ പറയുവാനുണ്ട്. എങ്കിലും വസ്തു തന്നു, വീട് തന്നു, വാഹനം തന്നു, എങ്കിലും വഴിയില്ലാത്തൊരവസ്ഥയിൽ കൂടി കടന്നു പോകുമ്പോഴും എനിക്ക് നടന്നു പോകാനുള്ള വഴി മാത്രമേ എനിക്ക് എൻ്റെ വസ്തുവിനുള്ളൂ. ഒരു ദിവസമായപ്പോഴേക്കും എൻ്റെ കുഞ്ഞുങ്ങൾ രണ്ടും ഒരാളിന് 4 വയസ്സും ഒരാളിന് 5 വയസ്സുമാണ്. ആ വ്യത്യാസത്തിലാണ് എനിക്ക് 2 പെൺമക്കളാണ്. ഈ 2 പെൺമക്കളെയും ഞാൻ നഴ്സറി കൊണ്ടാക്കിയിട്ട് വിളിച്ചുകൊണ്ട് വന്നപ്പോഴേക്കും നമ്മുടെ വഴി അവർ കെട്ടി അങ്ങ് അടച്ചു കഴിഞ്ഞു. ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് വഴി തരാമെന്ന് പറഞ്ഞിട്ട് ഇവർ കെട്ടിയടച്ചല്ലോ. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എത്ര രൂപ വേണോ ഞാൻ തരാം, ലോൺ എടുത്തെങ്കിലും ഞാൻ വസ്തുവിൻ്റെ വില തരാം, നിങ്ങളെനിക്ക് വഴി തരണം എന്ന് പറഞ്ഞിരുന്നു. അവർ വഴി തരാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ എങ്കിലും ഒരു ദിവസം വന്നപ്പോഴേക്കും കരിങ്കല്ല് കൊണ്ട് കെട്ടിയടച്ചു. എങ്കിലും വളരെയേറെ പ്രയാസത്തിലിരുന്ന് ഞാൻ എൻ്റെ മക്കളെയും ഭാര്യയും കൂടെ വിളിച്ച് സ്കൂട്ടറിൽ ഇരുത്തി അവരുടെ വീട്ടിൽ ചെന്ന് കാല് പിടിച്ച് കരഞ്ഞ് ഞാൻ പറഞ്ഞു, നിങ്ങളെനിക്ക് വഴി തരണം, അത് ഞങ്ങൾ കെട്ടി അടച്ചു പോയി, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ജീവനുള്ള ദൈവത്തിൽ വിശ്വസിക്കുന്നവനാണ് ഞാൻ, നിങ്ങളെനിക്ക് തരണം, ഞാൻ നിങ്ങളോട് യാചിക്കുകയാണ്, ആജ്ഞാപിക്കുകയല്ല എന്ന് പറഞ്ഞു. എങ്കിലും അവർ വളരെയേറെ പ്രയാസത്തോടുകൂടി അവർ ഒന്നും മിണ്ടിയില്ല. ഞാൻ പറഞ്ഞു, ഇന്ന് വൈകിട്ട് 7 മണിയാകുമ്പം എനിക്കിതിനൊരു മറുപടി തരണം. എൻ്റെ ഈ 2 മക്കളും 2 പെൺമക്കൾക്കും ഇവർക്ക് എന്തെങ്കിലും ഒരു കാലത്ത് എനിക്ക് ഈ വസ്തു വിറ്റായിരിക്കും എനിക്ക് അവരുടെ കാര്യം നടത്താനുള്ളത്, വഴി തരണമെന്ന് പറഞ്ഞു. പക്ഷേ അവർ പറഞ്ഞു, നമ്മൾ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, 7 മണിയാകുമ്പോഴേക്കും നിങ്ങളത് മറുപടി പറയണം. ഞാൻ വീട്ടിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചു, ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവമേ, ഞങ്ങൾക്ക് ദൈവം തന്നത് അന്ന് മുതൽ ഇന്ന് വരെയും ഞങ്ങൾക്ക് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളുമാണ് ഞങ്ങളുടെ മേൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത്.
ഞങ്ങൾക്ക് വഴി തരണമെന്ന് പറഞ്ഞു. എങ്കിലും 7 മണിയായപ്പോഴേക്കും ആ സഹോദരൻ വിളിച്ച് പറഞ്ഞു, നിങ്ങൾക്ക് വഴി തരാം, ഒന്നുകൊണ്ടും വിഷമിക്കണ്ട എന്ന് പറഞ്ഞു. 35 സെൻറ്റ് സ്ഥലമുള്ള വസ്തു ഒരറ്റത്തുനിന്നേ തുടങ്ങിയത്, ഒരു സൈഡാണ് നമ്മുടെ ഭാഗം കെട്ടിയടച്ച, മറു സൈഡ് വരെ എത്തിയപ്പോഴേക്കും ഏകദേശം ഒരാഴ്ച എടുത്തു. എനിക്കറിയാം ഇവർ ചിലപ്പം നമ്മൾ പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭാഗത്ത് തരാമെന്ന് പറഞ്ഞതായിരിക്കുമെന്ന് വിചാരിച്ചെങ്കിലും ആ 7 ദിവസവും ഞാൻ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. വെള്ളം പോലും കുടിക്കാതിരുന്ന് ഞാൻ പ്രാർത്ഥിക്കുവാനിടയായി. ദൈവം വളരെയേറെ അത്ഭുതം പ്രവർത്തിച്ചു. 7ൻ്റെ അന്നായപ്പോഴേക്കും എനിക്ക് എന്തെന്നില്ലാത്ത ശക്തി. എല്ലാവരും കാണുമ്പോൾ ചോദിക്കും, ഇത്രയധികം ആരോഗ്യത്തോടുകൂടി എല്ലാ ജോലിയും ചെയ്യുന്നു, എല്ലാം ഞാൻ ഉപവസിക്കുന്നു എന്ന് പറയുമ്പോൾ ആർക്കും അത് വിശ്വാസം വരില്ല. 7ൻ്റെ അന്ന് എന്തെന്നില്ലാത്തൊരു ശക്തി എൻ്റെ മേൽ വരികയിടയായി. എങ്കിലും 7ൻ്റെ അന്നായപ്പോഴേക്കും അവർ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര സ്ഥലം വേണമെന്ന് ചോദിച്ചു. സ്വർഗത്തിലെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. 4 അടി വഴിയുള്ള സ്ഥലത്ത് എനിക്ക് 2 അടി കൂടെ തരാനാണ് ഞാൻ ആവശ്യപ്പെട്ടത്. എനിക്ക് എൻ്റെ ഒരു വാഹനം, ഒരു ഓട്ടോ ഉണ്ട്, ആ ഓട്ടോ അകത്ത് കയറ്റിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആ സഹോദരൻ പറഞ്ഞു, നിങ്ങൾക്ക് 4 അടി വഴിയല്ലേ ഉള്ളത്, ഞാൻ നിങ്ങൾക്ക് 4 അടി കൂടെ തരാമെന്ന് പറഞ്ഞു. സ്വർഗത്തിലെ ദൈവം, ഇത്രയും ചരിത്രത്തിൽ ഇതുവരെയും ഇങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടില്ല. ഒരു നുള്ളു മണ്ണിന് പോലും ഒരുപാട് പേര് പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും, കോടതി കയറുമ്പോഴും, അതിരുകല്ല് പിഴുത് പ്രശ്നങ്ങളുണ്ടാക്കുമ്പോഴും ഒരു മനുഷ്യനും 1/2 സെൻറ്റ് സ്ഥലം ചുമ്മാ കൊടുത്ത ചരിത്രത്തിൽ ആ ദേശത്ത് ഒരിടവുമില്ല. എങ്കിലും ജീവനുള്ള ദൈവത്തെ വിളിച്ച് വേദനിച്ച മക്കൾക്ക് ദൈവം ഒരു നന്മയ്ക്കും കുറവ് വരുത്തുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ദൈവം ഇത്രത്തോളം ദൈവം നടത്തി. അതുപോലെ തന്നെ ആ കുമാരപുരത്ത് ദേശത്തിരുന്ന് ഞാൻ ഓരോ വ്യക്തിജീവങ്ങൾക്കും ഒരുപാട് സഹായം, എന്നാൽ കഴിയുന്ന ഓരോരോ സഹായം, എൻ്റെ ഇല്ലായ്മയിൽ കൂടി ഞാൻ അനേകർക്ക് എന്നാൽ കഴിയുന്ന സഹായം സാമ്പത്തികമായിട്ടും അല്ലാതെയൊക്കെയും സഹായിക്കുകയാണ്. മൂഢൻ തൻ്റെ ഹൃദയത്തിൽ ദൈവമില്ല എന്നാണ് പറയുന്നത്. അവൻ വഷളത്വം മ്ലേച്ഛത പ്രവർത്തിച്ച് അവൻ വഴിതെറ്റി പോകുന്നൊരവസ്ഥയാണ്. എങ്കിലും ഇന്നത്തെ സമൂഹത്തിൻ്റെ മുമ്പിൽ അടിയന് വലിയൊരു സാക്ഷിയായി നിൽപ്പാനും ദൈവം കൃപ ഒരുക്കി. വളരെയേറെ സന്തോഷമുണ്ട്. അനേകർ രക്ഷയുടെ മാർഗത്തിലേക്ക് കടന്നു വരണം, ക്രിസ്തുവിനെ അറിയണം. ക്രിസ്തുവിനെ അറിഞ്ഞ് നേരായ മാർഗത്തിൽ കൂടി ജീവിക്കുവാൻ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. 22 വർഷത്തെ സാക്ഷ്യം എനിക്ക് പറയുവാനുണ്ട്. എങ്കിലും ഇതൊരല്പ സാക്ഷ്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. വളരെയേറെ സന്തോഷമുണ്ട്. ദൈവമക്കളെല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകുകയുമില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല എന്ന ദൈവവചനം പോലെ പ്രതികൂലങ്ങളിൽ ദൈവം നടത്തിയ വഴികൾ അത്ഭുതകരമാണ്. യേശുവിൻ സ്നേഹം